ഇതിൻ്റെ സീരിയസ് ഫോം എന്ന് പറയുന്നത് ചിലർക്ക് രാത്രിയിൽ ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ടി വരാം. അതല്ലാതെ ചിലർ അറിയാതെ ബെഡ് വെറ്റിംഗ് ചെയ്യാം, അതായത് അറിയാതെ തന്നെ ബെഡിൽ മൂത്രം പോകുന്നൊരവസ്ഥ. അങ്ങനെ റീസെൻ്റ് ആയിട്ട് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായി. ഏകദേശം 56 ഇയേഴ്സ് ഉള്ള ഒരു അമ്മയാണ്. അവർക്ക് മൂത്രസഞ്ചി താഴ്ചയോ യൂട്രസിൻ്റെ താഴ്ചയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ പെട്ടെന്ന് യൂറിൻ അറിയാതെ ബെഡിൽ തന്നെ നനഞ്ഞ് അവിടെ ബെഡിൽ തന്നെ പോകുന്നു. അതൊരു വലിയൊരു സ്ട്രെസ്സ് അഥവാ ഡിപ്രഷനിലേക്കൊക്കെ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഏജ് ആയതിന് ശേഷം എണീറ്റ് നടന്ന ആരോഗ്യമുള്ള ഒരു ലേഡി അറിയാതെ ബെഡ് വെറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളിൽ അഥവാ ഒരു 2 or 3 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ സ്ത്രീകളിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻ്റാണ് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കുനിഞ്ഞ് എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളെ എടുത്ത് തോളി വെക്കുമ്പോഴോ ഒക്കെ അറിയാതെ തുള്ളിയായിട്ട് മൂത്രം പോകുന്നു. അതിപ്പോൾ പബ്ലിക് പ്ലേസിലാവാം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവാം. അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ വേറെ ഒരു വിഭാഗമുണ്ട്. ചിലർക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ യൂറിൻ പോകണം എന്നൊരു പെട്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അതായത് പെട്ടെന്ന് ഈ മൂത്രം ഒഴിക്കണം എന്നൊരു തോന്നൽ വരും. ഇപ്പോൾ അവർ ബാത്റൂമിലേക്ക് പോവും, ബാത്റൂമിൽ എത്തുന്നതിന് മുന്നേ മൂത്രം ഒഴിച്ചു പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ കയറി ഡ്രസ്സ് അഴിച്ച് മാറ്റുന്നതിന് മുന്നേ മൂത്രം തന്നെ പോവുക. അപ്പോൾ രണ്ടാണ്. അത് നിങ്ങൾ അറിയണം. കോമൺ ആയിട്ട് ചിലരിൽ ഈ 2 സിംറ്റംസും 2 ലക്ഷണങ്ങളും ഒരുമിച്ച് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെ കോമൺലി നമ്മൾ പറയുന്നത്, അതായത് അറിയാതെ മൂത്രം പോകുന്നതിന് നമ്മൾ കോമൺലി പറയുന്നത് ഇൻകോണ്ടിനൻസ്, യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ്. ഇതിലാദ്യം പറഞ്ഞ വിഭാഗം, അതായത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എന്തെങ്കിലും സ്ട്രെസ്സ് വരുമ്പോൾ മൂത്രം അറിയാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അതുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് മൾട്ടിപ്പിൾ ചൈൽഡ് ബർത്ത്, അതായത് ഒരുപാട് കുട്ടികൾ നോർമൽ വജൈനൽ ഡെലിവറി ആയിട്ട് ഒരുപാട് കുട്ടികളെ പ്രസവിക്കുന്നത് വഴി താഴ്ഭാഗത്തെ മസിലുകളും അതോടൊപ്പം തന്നെ മൂത്രസഞ്ചിയുടെ മസിലുകളും എല്ലാം വീക്കാകുന്നത് വഴിയും നമ്മുടെ മൂത്രം പുറത്തേക്ക് വരുന്ന ആ ഭാഗത്തെ സ്ഫിങ്ക്റ്റർ വീക്കാകുന്ന വഴിയൊക്കെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. ചിലർക്ക് അതോടൊപ്പം തന്നെ കുറച്ച് മൂത്രസഞ്ചി താഴ്ചയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് യൂട്രസ് താഴ്ചയുള്ളവർക്കും ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരാം. അപ്പോൾ ഇതെന്തുകൊണ്ട് പ്രോപ്പറായിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, കുട്ടികളുടെ ജനനം, അതായത് വജൈനൽ ഡെലിവറി എന്ന് പറയുന്നത് ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. 2 എന്ന് പറയുന്നത് മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ താഴ്ഭാഗം വീക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്, മസിൽസ് വീക്കാവും, അത് കാരണം അവർക്ക് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരാം. 3 എന്ന് പറയുന്നത് വണ്ണം കൂടുതലുള്ളവർക്ക് ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ കൺട്രോൾ വീക്കാവുകയും അത് കാരണം കൂടുതൽ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരികയും ചെയ്യും. ഇത് കൂടാതെ പ്രശ്നം വരുന്നത് താഴ്ഭാഗത്ത് എന്തെങ്കിലും സർജറി ചെയ്യുക, അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ എന്തെങ്കിലും വന്നിട്ട് അതിന് വേണ്ടി താഴ്ഭാഗത്ത് റേഡിയേഷൻ അടിക്കുക, ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് പ്രോപ്പർ അവിടെ കോമൺ ആയിട്ട് വരും. അപ്പോൾ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ വീക്കായിട്ടുള്ള പെൽവിക് ഫ്ലോർ മസിൽസ് ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കീഗൽസ് എക്സസൈസ്, അതായത് താഴ്ഭാഗത്തെ പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യാം. അതാണ് അതിൻ്റെ മെയിൻ പാർട്ട്. ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുന്ന മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കീഗൽസ് എക്സസൈസ് ആണ്. 2 എന്ന് പറയുന്നത് ബിഹേവിയറൽ തെറാപ്പി. എന്താണ് ബിഹേവിയറൽ തെറാപ്പി? നമ്മൾ ബ്ലാഡർ ട്രെയിനിങ് ചെയ്യുക, അതായത് പോയി ടോയ്ലറ്റിൽ ഇരുന്നാൽ പ്രോപ്പറായിട്ട് മുഴുവനായിട്ട് മൂത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. മൂത്രം ഒഴിക്കുന്ന ടൈമിംഗ് കുറച്ചുകൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി കൃത്യമായി കൃത്യസമയങ്ങളിൽ എണീറ്റ് മൂത്രം ഒഴിക്കുക. അതൊക്കെ അങ്ങനത്തെ കുറച്ച് ബിഹേവിയറൽ തെറാപ്പീസ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടി വരും. 3ാമത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊലാപ്സ്, അതായത് യൂട്രസ് താഴോട്ട് പുറത്തോട്ട് ഇരിക്കുന്നവർ അല്ലെങ്കിൽ മൂത്രസഞ്ചി അത്യാവശ്യം നല്ല താഴ്ചയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യാം. സർജറി ചെയ്യാൻ വില്ലിങ് അല്ല അല്ലെങ്കിൽ ഫിറ്റ് അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ പെസറി പോലെ ഒരു റിങ് ഉള്ളിലേക്ക് ഇട്ട് വെക്കും. ആ റിങ് ഉള്ളിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മൂത്രസഞ്ചിയും യൂട്രസും എല്ലാം ഉള്ളിലേക്ക് ഇരിക്കുന്ന കാരണം ഇങ്ങനൊരു പ്രശ്നം മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഇത് പറഞ്ഞു, കീഗൽസ് എക്സസൈസ് പറഞ്ഞു. വണ്ണമുള്ളവർ, തടിയുള്ളവർ തടി കുറയ്ക്കുക, ഇതാണ് അതിൻ്റെ മെയിൻ പാർട്ട്. തടി കുറയ്ക്കുന്നതോടൊപ്പം തന്നെ കുറച്ചുകൂടെ പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഇതോടൊപ്പം മദ്യപാനം, അതുപോലെ തന്നെ കഫീൻ ഇൻടേക്ക്, കോഫി കൂടുതൽ കുടിക്കുന്നവർക്ക് ഇതുപോലെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മലബന്ധം, താഴേക്ക് പോയിരുന്ന് ഒരുപാട് നേരം മോഷൻ പോകാനായിട്ട് താഴെ സ്ട്രെയിൻ ചെയ്യുന്ന അവസ്ഥ. 2ാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും വയറിൽ എന്തെങ്കിലും മുഴകളോ ട്യൂമേഴ്സോ വലിയ മുഴകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം പ്രഷർ വന്നിട്ട് കൂടുതലായിട്ട് താഴേക്ക് മൂത്രം തുള്ളിയായിട്ട് പോവാം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ,
ഫ്രീക്വൻ്റ് ആയിട്ട് ചുമയുള്ള ആൾക്കാർക്കാണ് കോമൺലി നമ്മൾ ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കാണുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഇതിൻ്റെ അണ്ടർലൈൻ കോസ് എന്താണ്, ബേസിക് കാരണം എന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർജറിക്കൽ മെത്തേഡ്സിലോട്ട് പോകും. ഇതിന് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇഫക്റ്റീവ് ആകുന്നത് വളരെ കുറവാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പറയുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മൂത്രം അവിടെ ബാത്റൂമിൽ എത്തുന്നതിന് മുന്നേ ഒഴിച്ചു പോവുക. മറ്റത് തുള്ളിയായിട്ടാണ് യൂറിൻ പോകുന്നതെങ്കിൽ ഇതിൽ അത്യാവശ്യം വോളിയം ഓഫ് യൂറിൻ നമ്മുടെ അറിയാതെ ഒഴിച്ചു പോകും. അപ്പം ഡ്രസ്സ് നനയാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ സീരിയസ് ഫോം എന്ന് പറയുന്നത് ചിലർക്ക് രാത്രിയിൽ ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ടി വരാം. അതല്ലാതെ ചിലർ അറിയാതെ ബെഡ് വെറ്റിംഗ് ചെയ്യാം, അതായത് അറിയാതെ തന്നെ ബെഡിൽ മൂത്രം പോകുന്നൊരവസ്ഥ. അങ്ങനെ റീസെൻ്റായിട്ട് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായി. ഏകദേശം 56 ഇയേഴ്സ് ഉള്ള ഒരു അമ്മയാണ്. അവർക്ക് മൂത്രസഞ്ചി താഴ്ചയോ യൂട്രസിൻ്റെ താഴ്ചയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ പെട്ടെന്ന് യൂറിൻ അറിയാതെ ബെഡിൽ തന്നെ നനഞ്ഞ് അവിടെ ബെഡിൽ തന്നെ പോകുന്നു. അതൊരു വലിയൊരു സ്ട്രെസ്സ് അഥവാ ഡിപ്രഷനിലേക്കൊക്കെ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഏജ്ഡ് ആയതിന് ശേഷം എണീറ്റ് നടന്ന ആരോഗ്യമുള്ള ഒരു ലേഡി അറിയാതെ ബെഡ് വെറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. അപ്പോൾ അർജ് ഇൻകോണ്ടിനൻസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മൂത്രസഞ്ചിയുടെ മസിലിൻ്റെ ഓവർ ആക്ടിവിറ്റിയാണ് കാരണം. പെട്ടെന്ന് മൂത്രസഞ്ചിയുടെ മസിൽ ചുരുങ്ങുകയും അത് കാരണം പെട്ടെന്ന് മൂത്രം ഒഴിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ഇതിനെന്താണ് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബ്ലാഡർ ഇറിറ്റേഷനാണ്. അതായത് മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മസിൽ ചുരുങ്ങുന്ന ഒരു അവസ്ഥ വരാം. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ മൂത്രത്തിന് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം. അതാണ് ഏറ്റവും കോമണസ്റ്റ് കോസ്. അത് റൂൾ ഔട്ട് ചെയ്ത് അത് ചിലപ്പോൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ സിംറ്റംസ് മാറും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ കോസസ്, അതായത് ഡയബറ്റിസ് ഉള്ളവർക്ക്, ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ഉള്ളവർക്ക് കോമൺലി കാണുന്ന ഒരു ഇൻകോണ്ടിനൻസ് ആണ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. കാരണം ആ നെർവ് ഈ ബ്ലാഡർ മസിലിൻ്റെ ഇതിനെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന നെർവിനുണ്ടാകുന്ന ഡാമേജ്, അത് കാരണം വരാം. പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസോണിസം പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ അർജ് ഇൻകോണ്ടിനൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിലോട്ടാണ് പോവുക. ഇതിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിന് റോളില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന അർജ് ഇൻകോണ്ടിനൻസിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൂത്രത്തിന് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുക. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കുക. അപ്പോൾ മെഡിസിൻസിൽ കൺട്രോൾ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കൺട്രോൾ ആവില്ല. ഇവിടെയും നമുക്ക് റോൾ കീഗൽസ് എക്സസൈസിനുണ്ട്, ബ്ലാഡർ ട്രെയിനിങ്ങിനുണ്ട്. ബ്ലാഡർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അലാം വെച്ച് നമ്മൾ രാത്രികളിൽ കൃത്യസമയങ്ങളിൽ എണീറ്റ് മൂത്രം ഒഴിക്കുക. ഇതാണ് അതിൻ്റെ മെയിൻ എയിം. പിന്നെ ആൽക്കഹോൾ കുറയ്ക്കുക, അതുപോലെ തന്നെ കോഫി ഇൻടേക്ക് കുറയ്ക്കുക, അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെ പെപ്സി, കൊക്കക്കോള പോലത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടുതൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് കുറയ്ക്കുക. രണ്ടാമത് നമ്മൾ ഇതിന് താഴ്ഭാഗത്തെ മസിലിൻ്റെ വീക്ക്നെസ്സും കുറച്ചൊക്കെ അർജ് ഇൻകോണ്ടിനൻസിന് കാരണമായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് വരുന്ന ആൾക്കാരുണ്ട്. അതിനാണ് മിക്സഡ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അപ്പം കോമൺലി നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് കാണേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെയും യൂറോളജിസ്റ്റിനെയാണ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണേണ്ടത്. ഇപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.